തുടർച്ചയായ 7ാം ദിവസവും പ്രതിസന്ധി ഒഴിയാതെ ഇൻഡിഗോ. രാജ്യവ്യാപകമായി 500-ലധികം വിമാന സർവീസുകളാണ് ഇന്ന് റദ്ദാക്കിയത്. പ്രശ്നങ്ങൾ നേരിടുന്ന യാത്രക്കാരുടെ ആവശ്യങ്ങൾ എയർലൈൻ ഓപ്പറേറ്റർമാർ പരിഹരിക്കണമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു നിർദ്ദേശിച്ചു. ഡൽഹിയിൽ ഇൻഡിഗോയുടെ 134-ലേറെ സർവീസുകളാണ് ഇന്ന് റദ്ദാക്കിയത്. ബാംഗ്ലൂരിൽ 127 സർവീസും ഹൈദരാബാദിൽ 77 വിമാന സർവീസുകളും റദ്ദാക്കി. അതേസമയം 91% വിമാന സർവീസുകളും ഇന്ന് കൃത്യസമയം പാലിച്ചതായി ഇൻഡിഗോ അറിയിച്ചു. സോഫ്റ്റ്വെയർ പ്രശ്നത്തെക്കുറിച്ച് അന്വേഷണം നടത്തി. തുടർച്ചയായ സാങ്കേതിക വിദ്യാ നവീകരണം നടക്കുന്നുണ്ട്. രാജ്യത്തെ വ്യോമയാന മേഖലയ്ക്ക് ഉയർന്ന ആഗോള നിലവാരം പുലർത്തുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു രാജ്യസഭയിൽ പറഞ്ഞു. Vision from the government is to have the top standards, global standards in the country for aviation, and it is with that vision that we are working. റദ്ദാക്കിയ ടിക്കറ്റുകൾക്ക് ഇതുവരെ 827 കോടി രൂപ ഇൻഡിഗോ റീഫണ്ട് ചെയ്തു. 3000-ഓളം ബാഗേജുകളും എത്തിച്ചു നൽകി. ഇൻഡിഗോയുടെ വിമാന സർവീസുകൾ വൈകാനോ തടസ്സപ്പെടാനോ സാധ്യതയുണ്ടെന്നും യാത്രക്കാർ വിമാനത്താവളത്തിലേക്ക് എത്തുന്നതിന് മുൻപ് ഫ്ലൈറ്റ് സ്റ്റാറ്റസ് പരിശോധിക്കണമെന്നും ഡൽഹി വിമാനത്താവളം നിർദ്ദേശം നൽകി. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.